മാസത്തിനകം 1800ഓളം പേജ് ശരിയാക്കി കൊടുക്കുകയുണ്ടായി. ഇത് എൻ്റെ ഭാര്യ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല, ഉണ്ടാവില്ല. വിവർത്തന നിഘണ്ടു തന്നെ ത്രിഭാഷാ നിഘണ്ടു ഞങ്ങളാണ് ആദ്യം രംഗത്ത് കൊണ്ടുവന്നത്. തിരുവനന്തപുരത്തുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സപ്ലൈസാണ് അതിൻ്റെ പ്രസാധകനായിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം നിഘണ്ടു. ഈ ത്രിഭാഷാ നിഘണ്ടുവാണ് ആദ്യത്തെ മലയാളത്തിലെ ത്രിഭാഷാ നിഘണ്ടു. അതുപോലെ വിജ്ഞാനകോശത്തെപ്പറ്റി പിന്നെ മലയാളം എൻസൈക്ലോപീഡിയ വിദ്യാർത്ഥിമിത്രമാണ് ആദ്യത്തെ സമ്പൂർണമായ വിജ്ഞാനകോശം. നിഘണ്ടു, വിജ്ഞാനകോശം, വിവർത്തനം, ഇതെല്ലാം ഏതാണ്ട് രാത്രി 2-3 മണി വരെ ഇരുന്ന് പണിയെടുത്തതിൻ്റെ ഫലമാണ് ഇത്രയും പുസ്തകം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇത്രയും പുസ്തകം ഉണ്ടാവില്ല. അതിനിടയ്ക്ക് അവർക്ക് വിദ്യാഭ്യാസവും വേണ്ടി വന്നു. ഞങ്ങൾ തമ്മിൽ, ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് കെമിസ്ട്രി ഒരു സയൻസ് അധ്യാപികയായിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതത്തിൽ MA എടുത്തു. ഇംഗ്ലീഷ് PhDയും. അന്നേരം വിദ്യാഭ്യാസവും ഈ എഴുത്തും കൂടെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ കൊണ്ടുപോയി. കവിയും കഥാകൃത്തുമായിട്ടാണ് B. ബാലകൃഷ്ണന്റെ രംഗപ്രവേശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിരുന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും സാഹിത്യത്തിലേക്ക് തിരിഞ്ഞത് തീർത്തും ആകസ്മികമായിട്ടാണ് എന്ന് പറയുക വയ്യ. കുട്ടിക്കാലം മുതൽക്കേ സാഹിത്യത്തോട് സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു. കർമ്മം കൊണ്ട് അധ്യാപകനായപ്പോൾ വായിക്കാനും എഴുതാനുമുള്ള സമയവും സൗകര്യവും കൂടി. അക്കാലം മുതൽക്കാണ് അദ്ദേഹം സജീവമായ സാഹിത്യ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ബാലസാഹിത്യമാണ് B. ബാലകൃഷ്ണനെ കൂടുതൽ രസിപ്പിച്ചതും ആകർഷിച്ചതും. മലയാളത്തിലെ ബാലസാഹിത്യത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ തന്നാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. നിരന്തരമായി എഴുതാനും ബാലകൃഷ്ണൻ സന്നദ്ധനായി. ഒന്നിനു പിറകെ ഒന്നായി അനേകം കൃതികൾ അദ്ദേഹം രചിച്ചു. പിൽക്കാലത്ത് വിവിധ സാഹിത്യശാഖകളിൽ ശ്രദ്ധ പതിപ്പിച്ചെങ്കിലും ബാലസാഹിത്യത്തോടുള്ള മാനസികമായ പക്ഷപാതം അദ്ദേഹത്തെ വിട്ടുപോയില്ല. ഇപ്പോഴും പരിഭാഷകളോ മൗലിക കൃതികളോ ഒക്കെയായി ഓരോ വർഷവും ഒന്നിലധികം ബാലസാഹിത്യ കൃതികൾ അദ്ദേഹം പ്രകാശിപ്പിക്കുന്നു.